ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാതുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. നിങ്ങളെല്ലാവരും കേട്ടുള്ള മലയാളികൾ ഏവരും ഒന്നോടെ ശ്രദ്ധിച്ച് കേട്ടതും ഇഷ്ടപ്പെട്ടതുമായൊരു ഗാനമാണിത്. ചെമ്പരത്തി എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണിത്. 1972 ജൂലൈ മാസത്തിൽ പുറത്തിറങ്ങിയ ചെമ്പരത്തി. ഈ ഗാനം 72 പുറത്തിറങ്ങി മലയാള സിനിമാ സംഗീതം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ നിശബ്ദ ചിത്രം വിഗതകുമാരൻ തുടങ്ങി അതിലൊന്നും പാട്ടില്ലായിരുന്നു. പിന്നീട് ബാലനിലാണ് പാട്ട് തുടങ്ങുന്നത്. ബാലനിൽ അതിലും പാട്ട് നായകൻ പാടി അഭിനയിക്കുന്നവർ അഭിനയിച്ചുകൊണ്ടാണ്. അന്ന് പിന്നണി ഗാന സമ്പ്രദായമില്ല. അതിനുശേഷം 48 പിന്നണി ഗാന സമ്പ്രദായം നിർമ്മലയിലൂടെ തുടങ്ങുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഈ മലയാള ചലച്ചിത്ര പിന്നണി ഗാനശാഖ അല്ലെങ്കിൽ സംഗീത പാട്ട് ആരംഭിക്കുമ്പോഴുള്ള 70 വർഷം തികഞ്ഞപ്പോഴത്തേക്കും ഏഷ്യാനെറ്റ് അവരുടെ ഈ ലോകം മൊത്തമുള്ള ഗാനാസ്വാദകരിൽ നിന്നും ഒരു ഗ്യാലപ്പോളിലൂടെ 70 വർഷത്തിനിടയിൽ കേട്ട ഏറ്റവും നല്ല ഗാനം ഏതെന്നൊരു മത്സരം നടത്തി. ഗ്യാലപ്പോൾ. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പാട്ടാണ് ചക്രവർത്തിനി എന്ന ഗാനം. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാതുകം പുറത്തു വയ്ക്കുമീ നഗ്നപാതയായി അകത്തു വരൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ തവണ കേട്ടിട്ടുള്ള പാട്ടാണിത്. അപ്പോൾ ഇത് ഏഷ്യാനെറ്റ് ഈ ഗാലപ്പോളി അവാർഡ് കിട്ടിയതനുസരിച്ച് അതിൻ്റെ ശില്പികളെ അവരൊരു ആദരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ അതിൻ്റെ രചയിത വയലാർ മരിച്ചുപോയി, ദേവരായ മാസ്റ്റർ മരിച്ചുപോയി, ഗായകനായ ദാസാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദാസാർ വരികയും തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ വെച്ചിട്ട് അവർക്ക് ഒരു സമ്മാനം കൊടുക്കും. അതിൻ്റെ സമ്മാനം വയലാറിന് വേണ്ടി ചേർത്തലിൽ നിന്ന് ഭാരതി തമ്പുരാട്ടിയും മദ്രാസിൽ നിന്ന് ദേവരായ മാസ്റ്ററിൻ്റെ സഹധർമ്മിണി ലീലാമണി ദേവരാജനും വന്നിരുന്നു. അവരുടെ കൂടെ ലീലാമണി ദേവരാജൻ്റെ കൂടെ എനിക്ക് മദ്രാസിൽ നിന്നും ഇവിടെ അവരെ കൂട്ടത്തിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. ഈ അവാർഡ് മേടിച്ച ആ രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള സന്തോഷം കൂടി ഞാൻ പങ്കുവെക്കുന്നു. ഇനി ഈ ഗാനം ഇത് കൊല്ലത്തുള്ള എസ് കെ നായർ എന്ന നിർമ്മാതാവാണ് ഈ സിനിമ നിർമ്മിച്ചത്. അദ്ദേഹം മലയാള സാഹിത്യത്തിലെ അതിപ്രശസ്തമായൊരു വാരികയുടെ ഉടമസ്ഥൻ കൂടിയായിരുന്നു. അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു, മലയാളം പ്രൊഫസറായിരുന്നു. അത് കഴിഞ്ഞ് കൊല്ലത്ത് ഒരു വലിയ കശുവണ്ടി വ്യവസായിയുടെ മകളെ കല്യാണം കഴിക്കുകയും കൊല്ലത്തേക്ക് വരികയും അദ്ദേഹം ആ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സ്വതന്ത്രമായി ചിന്തിക്കുന്ന കശുവണ്ടി വ്യവസായത്തെ കൂടാതെ സാഹിത്യകാരന്മാരും കലാകാരുമായിട്ട് അടുത്ത ബന്ധം ഒരു ഹൃദയം ഉള്ളതുകൊണ്ട് അദ്ദേഹം അന്ന് ഉള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വാരിക അവിടെ തുടങ്ങാൻ തീരുമാനിച്ചു. അതാണ് മലയാള നാട് വാരിക. അതിൽ മാധവിക്കുട്ടി, വൈക്കം ചന്ദ്രസാർ, കാക്കനാട്, മലയാറ്റൂർ, എം മുകുന്ദൻ, പിന്നെ എൻ കൃഷ്ണൻ നായർ എന്ന് വേണ്ട ആ സമയത്തുള്ള മലയാളത്തിലെ എല്ലാ സാഹിത്യകാരന്മാരും അണിനിരത്തി വായനക്കാരെ ഹടതാകർഷിച്ച പുസ്തകമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരൊക്കെ ആയിട്ട് പരിചയമുള്ള. അപ്പം എന്നാലൊരു സിനിമ നിർമ്മിച്ചുകൂടെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പറയുകയും അങ്ങനെ മലയാറ്റൂർ സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതി. അതാണ് ചെമ്പരത്തി. തൊപ്പിൽ ഭാസി തിരക്കഥയും സംഭാഷണം എഴുതി. അങ്ങനെ ഗാനങ്ങൾ നമ്മുടെ വയലാറിനെ വിളിച്ചു, സംഗീതം ചെയ്യാൻ ദേവരാജ മാസ്റ്റർ. അങ്ങനെ അവർ നീല ഹോട്ടൽ, കൊല്ലത്ത് നീല ഹോട്ടലുണ്ട്, അദ്ദേഹം എസ് കെ നായർ നടത്തി വരികയായിരുന്നു. അങ്ങനെ ഈ കഥയിലെ നായകൻ ദിനേശൻ എന്ന് പറയുന്ന കഥാപാത്രം രാഘവനാണ് അഭിനയിച്ചത്. രാഘവനും സുധീറും രാഘവനാണ് 1-2 സിനിമയിൽ ഉമ്മാച്ചു, കായൽക്കര 1-2 സിനിമയിൽ അഭിനയിച്ചെങ്കിലും അത്ര പ്രശസ്തനായത്. പക്ഷേ നായകൻ നിരയിലേക്ക് വരുന്ന
സുധീറും അതേ കണക്കിന് നിഴലാട്ടം വേറെ ഒന്നുള്ള സിനിമകൾ അഭിനയിച്ചാലും വലിയ പ്രശസ്തനായില്ല. അപ്പോൾ അവർ രണ്ടുപേരെയും മുഖ്യ കഥാപാത്രങ്ങളാക്കി ശോഭന വെച്ചാൽ പഴയ ശോഭന, റോജ രമണി എന്ന പേര് ബാലനടിയായിരുന്ന അവരെ നായികയാക്കിക്കൊണ്ട് എല്ലാം പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് പൂർണ്ണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച PN മേനോൻ്റെ അതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് കൂടി സംവിധാനം ചെയ്ത് മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു സിനിമയായിരുന്നു ചെമ്പരത്തി. ചെമ്പരത്തിക്ക് വേണ്ടിയാണ് ഈ ഗാനം എഴുതിയത്. അപ്പോൾ ഇതിലെ നായിക കഥാപാത്രം ഒരു ലോഡ്ജിൽ താമസിക്കുകയും അദ്ദേഹം പല പല മാസികകളിൽ തൻ്റെ കവിതകൾ അയച്ചു, ഒന്നും പ്രസിദ്ധീകരിച്ചു വന്നില്ല. അങ്ങനെ ഈ ഒരു കവിത ഒരാഴ്ചപ്പതിൽ പ്രസിദ്ധീകരിച്ചു. അത് തൻ്റെ സുഹൃത്ത് സുധീർ എന്ന കഥാപാത്രം കൊണ്ടുവന്നും സുധീറിനെ രാഘവൻ്റെ ആ കഥാപാത്രം വായിച്ച് കേൾപ്പിക്കുന്നതാണ് സീൻ. ഇത് കൊല്ലത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള അന്ന് കർമ്മല റാണി ട്രെയിനിങ്, കൊല്ലം ബിഷപ്പിൻ്റെ അധീനതയിലുള്ള കർമ്മല റാണി ട്രെയിനിങ് കോളേജിൽ വെച്ചിട്ടാണ് ഈ ലോഡ്ജ് ചിത്രീകരിക്കുന്നത്. ആ കർമ്മല റാണി കോളേജ് ഇതിപ്പോൾ വേറെ ഒരു കോളേജായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതിന് ചില ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയി, എങ്കിലും ഈ പാട്ട് അവിടെ നിന്ന് പാടുന്നതായിട്ടുണ്ട്. അപ്പം PN മേനോൻ പറഞ്ഞു, ഇത് സാധാരണ സിനിമാ പാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കവിയുടെ കവിതയാണ്. അപ്പോൾ കവിതയ്ക്ക് മുൻകൂർ തൂക്കം കൊടുക്കുക, അല്ലെങ്കിൽ കവിത തന്നെ വേണമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് വയലാർ ഒരു കവിത തന്നെ എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ മലയാള സിനിമയിലെ സവിശേഷമായൊരു കവിത തന്നെ ആയിട്ട് ഈ പാട്ട് രൂപാന്തരപ്പെട്ടത്. അപ്പം അത്രത്തോളം മഹത്വമേറിയ ആ പാട്ടിന് ദേവരാജ മാസ്റ്റർ അതിമനോഹരമായ ഈണത്തിലൂടെ മലയാളികൾക്ക് സംഭാവന ചെയ്തു. അതാണ് ഏഷ്യാനെറ്റ് ഗാലപ്പോളിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും നല്ല പാട്ടെന്ന് തിരഞ്ഞെടുത്തത്. അങ്ങനെ അവരുടെ രണ്ടുപേരും കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഗാനം ഇന്നും മലയാളികൾ മറക്കാതെ നിൽക്കുന്നു. ഈ ഗാനം ഇന്നിപ്പം 52 വർഷങ്ങളായിട്ടുണ്ട്. ഇന്നും മലയാളി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഈ ചക്രവർത്തി എന്നുള്ള പാട്ട് എല്ലാ പുതുമകളോടും കൂടി ഇന്ന് ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കുമീ നഗ്നപാതയായി അകത്തു വരൂ.